ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാന വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എന്താക്കുന്നതെന്ന്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരുന്നത് ഞാൻ ഇടിയപ്പം ചൂടുന്നുണ്ടായി. അപ്പോൾ കാസർഗോട്ടാറ് ചൂടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുമല്ലോ ഞങ്ങൾ എങ്ങനെ ചൂടുന്നതെന്ന്. നിങ്ങൾ ചൂടുന്നത് എങ്ങനെ, ഞങ്ങൾ ചൂടുന്നത് എങ്ങനെയെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ കമൻ്റ് ആക്കണോ, ഞാൻ ചൂടുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ചൂടുന്നതെന്ന് കമൻ്റ് ആക്കണോ വാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വേണമല്ലോ. അരി പൂത്താൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പൂത്തുന്നത് രാത്രി ചൂടാൻ വേണ്ടിയിട്ട് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, ആ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന അരി പൂങ്കലരി അത് പൂത്തിനത് ഞാൻ 2 ഗ്ലാസ്. പിന്നെ നമ്മൾ ചോറക്കുന്ന അരിയില്ലേ അത് 1 ഗ്ലാസ് പൂത്തിനത്. ചോറക്കുന്ന അരിയും സ്റ്റോറിലെ അരിയും 2 മിക്സ് ആക്കിയത്. ഓരോരാൾ ചോറക്കുന്ന അരിയിൽ തന്നെ ചുടുന്ന്, ഓരോരാൾ സ്റ്റോറിലെ അരിയിൽ തന്നെ ചുടുന്ന്. ഇപ്പോൾ ഞാൻ 2 മിക്സ് ആക്കിയിട്ട് ചുടുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയെല്ലാം എടുത്തിട്ടായിട്ട് വെള്ളം വീത്തിയിട്ട് പോത്തിയിട്ട് വെച്ച്. ഇപ്പോൾ ഞാൻ രാവിലെ പോത്തിയിട്ട് ഒരു 5 മണി സമയത്ത് എടുത്തിട്ട് കൈയിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോറിലെ അരി ആയതുകൊണ്ട് ഇതിലെന്തെല്ലാം ഉണ്ടാവുമല്ലോ പൊടി ഇതെല്ലാം നല്ല പാങ്ങല ഒരു 5-6 പ്രാവശ്യം കൈയിട്ട് നല്ല പാങ്ങല കൈയിട്ട് എടുക്കണോ. അപ്പോൾ ഞാനിതെല്ലാം കൈയിട്ടെടുത്തിട്ട് കല്ലിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കേട്ടിട്ട് ഈ കല്ല് ഇടുന്നതെന്ന്, ഇത് കാസർഗോഡ് തന്നെ കല്ല് മേങ്ങിയത്. ഞങ്ങൾ കാസർഗോഡ് സിറ്റി കൂളിന്ന് മേങ്ങിയത്. ഇപ്പോൾ 6000 ഉറുപ്പ്യ കൊടുത്തിട്ടാന്ന് തോന്നുന്നു ആ സമയത്ത്, എനിക്ക് ഓർമ്മയില്ല, അത് കുറേ ആയി മേങ്ങിയിട്ട്. നിങ്ങളങ്ങോട്ടല്ല ഇങ്ങനത്തെ കല്ലുണ്ടാ എല്ലാം കമൻ്റ് ആക്കാവേ. കാസർഗോഡ് ഭാഗത്ത് ഏകദേശം ഇങ്ങനത്തെ കല്ലുണ്ടാന്ന്. പിന്നെ കുറേ ആൾ കല്ലിൽ അരച്ചിട്ട് ചുടുന്നില്ലല്ലോ, പൊടി തന്നെയല്ലേ മിക്സിയിലും പിന്നെ പൊടിയല്ലോ യൂസ് ആക്കുന്നത്. അപ്പോൾ കല്ലിൽ അരച്ചിട്ട് ചുടുന്നത് കാണാത്തവർക്ക് ഈ വീഡിയോ കണ്ട പോലെ അല്ലേ, അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല പോലെ അരിഞ്ഞിട്ട് കിട്ടണം ഇത് നമുക്ക്. പിന്നെ ഇതിലേക്ക് പിന്നെ ചോറിടുന്നില്ല, തേങ്ങ ഇടുന്നില്ല, അതൊന്നും ഇടുന്നില്ലല്ലോ. ഇതെല്ലാം ഞങ്ങൾ കടുമ്പിന് അങ്ങനത്തേന് ഇടുന്നത്. ഇപ്പോൾ ഇടിയപ്പത്തിന് പത്തലിന് ഇതെന്തും ചോറ് തേങ്ങ ഒന്നും ഇടുന്നില്ലല്ലോ, ഇങ്ങനെ അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി കടുമ്പിൻ്റെ റെസിപ്പി പിന്നെ കൊരട്ടിപ്പത്തലിൻ്റെ റെസിപ്പി കുറേ റെസിപ്പി എല്ലാം ഉണ്ട് ഞങ്ങൾ കാസർഗോട്ടാർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അതെല്ലാം ഞാൻ ഇടാവാ നിങ്ങൾക്ക്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇത് നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഓഫാക്കിയിട്ട് കല്ലിൽ നിന്ന് എടുക്കുന്നതെന്തോ ഞാൻ കാണിക്കുന്നില്ല. ഇപ്പം നമുക്ക് അരിഞ്ഞിനാന്നറിയാനില്ലേ, ഇപ്പോൾ കൈ വെച്ചിട്ട് കുറച്ച് എടുത്തിട്ട് നോക്കണോ, തരി പോലെ ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടുണ്ടാവില്ല, നല്ല മഷി പോലെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ ഞാൻ എടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം എടുക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചിട്ട് തന്നിന് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല, കുറേ ലോങ്ങാണല്ലോ വീഡിയോ, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. ഇപ്പോൾ ഞാൻ പുതുക്കിയിട്ട് എടുക്കുന്നുണ്ട്, പത്തലിടുന്ന ഓടിൽ തന്നെ പുതുക്കിയിട്ട് എടുക്കുന്നുള്ളത്. ഒരു 3 പ്രാവശ്യമെല്ലാം ഇട്ടിട്ട് പുതുക്കിയിട്ടെടുത്തത്. ഒരു പ്രാവശ്യം തന്നെ പുതുക്കിയിട്ടെടുക്കാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് 2-3 പ്രാവശ്യമെല്ലാം ഇട്ടിട്ട് പുതുക്കിയിട്ടെടുത്ത്. ഇത് ഞങ്ങൾ അപ്പക്കാലം, കാസർഗോട്ടാറ അപ്പക്കാലം എന്ന് പറയൂ. ഇതിനെ കുറേ ആൾ വേറെ പേരെല്ലാം ചെല്ലുന്നു. ഇപ്പം ഞങ്ങളവിടെ ഇതിനെ അപ്പക്കാലം എന്ന് ചെല്ലുന്നു. ഈ അപ്പക്കാലത്തിലില്ലേ ഇങ്ങനത്തെ കടുമ്പാക്കിയിട്ട് വെക്കണോ. കടുമ്പ് നെല്ലിയെങ്കിൽ കടുമ്പിൻ്റെ റെസിപ്പി വേറെ ഞാൻ ഇടാം. കടുമ്പ് നെല്ലിയെങ്കിൽ ഇതിലേക്ക് തേങ്ങ പിന്നെ ചോറ് ഇതെല്ലാം ഇട്ടിട്ടില്ലേ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയ കടുമ്പാക്കിയിട്ട് വെക്കുന്ന അതുണ്ട് ഞങ്ങളവിടെ കാസർഗോട്ടാർ ഉണ്ടാക്കുന്ന ഒരപ്പം. അത് ഞാൻ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരും. ഇത് വലിയ ബോൾസാക്കിയിട്ട് വെക്കുന്ന, നമുക്ക് മിഷനിലിട്ടിട്ട് തിരിച്ചിട്ടെടുക്കേണ്ടത് ഇത്. അതിനെക്കൊണ്ട് ഞാൻ വലിയ ബോൾസാക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ല പോലെ വേണം, ഒരു അരമണിക്കൂറെല്ലാം വെച്ചിട്ട് നല്ല പോലെ വെന്തിട്ടായിട്ട് നമുക്ക് മിഷനിലിട്ടിട്ട് തിരിക്കാനുള്ളത്. വേദെടുക്കാൻ കഴിയല. ഇപ്പോൾ ഇതിനെല്ലാം മൂടിയിട്ട് വെച്ചിട്ട് ഗ്യാസിൽ ഒരു അരമണിക്കൂർ വേകാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. അപ്പം ഞാൻ അരമണിക്കൂർ വേകാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഇത് ഇതാ ബോൾസെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് നല്ല മൂടിയിട്ട് വെച്ചിട്ട്
ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിന്. ഇപ്പം നല്ല പോലെ വെന്തിട്ട് വന്നിന്. ഇനി ഇത് തുറന്നിട്ട് വെക്കാൻ കഴിയല്ല, മൂടിയിട്ട് തന്നെ വെക്കണോ. തുറന്നിട്ട് വെച്ചെങ്കിലേ നമുക്ക് മിഷനിലിട്ടിട്ട് തിരിക്കുമ്പോൾ അത് തിരിഞ്ഞിട്ട് കിട്ടുന്നില്ല. ഇതാണ് ഞങ്ങളെ മിഷന്, ഇടിയപ്പം ചുടുന്ന മിഷന്. ഇത് ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടുമ്പിനെ ഇടണം. ഇതിങ്ങനത്തെ ഒരു അച്ചിയുണ്ട്. അച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേ മിഷൻ ഉണ്ടല്ലോ, മിഷനിലുള്ള പോലെ തന്നെ ഇതിങ്ങനെ തിരിക്കുന്നതെന്ന് മാത്രം. അത് കയ്യിൽ തിരിക്കുന്ന, ഇതും കയ്യിൽ തിരിക്കുന്ന തന്നെ. അത് എളുപ്പത്തിലാണല്ലോ നമുക്ക്. ഇത് കുറച്ച് വേനെല്ലാം ഉണ്ട്. അന്നൊന്നും നല്ല ആന്നത് ഇതിൽ തന്നെ ഞങ്ങൾക്ക്. ഇത് ഇങ്ങനത്തെ ഒരു കടുമ്പെടുത്തിട്ടില്ലേ, കടുമ്പെടുക്കുന്ന ആൾക്കില്ല, അതിനെ മൂടിയിട്ട് വെക്കണോ. മൂടിയിട്ട് വെച്ചില്ലെങ്കിൽ അത് തണിഞ്ഞിട്ടാകുമ്പോൾ ഇല്ല നമുക്ക് ഇങ്ങനെ തിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് 2 കടുമ്പെടുത്തിട്ട് ഇതിൽക്കിട്ട് വലിയ കടുമ്പാക്കിയിട്ട് തന്നെ ഞാൻ കൊടുത്തിരുന്നത്. ഇതിലേക്ക് ഇട്ടിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഇടിയപ്പം കിട്ടുന്ന. ഇപ്പോൾ എന്നാ തിരിച്ചിട്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇടിയപ്പം കണ്ട. തിരിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. ഇത് നിങ്ങളവിടെ ഇങ്ങനത്തെ മിഷൻ ഉണ്ടോ എല്ലാം കമൻ്റ് ആക്കാം. ഞങ്ങൾ കാസർഗോഡുകാർ മാത്രം സ്പെഷ്യലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങളവിടെ ഇങ്ങനത്തെ മിഷനെല്ലാം ഉണ്ടോ എല്ലാം കമൻ്റ് ആക്കണോ. ഇങ്ങനെ കുറേ പ്രാവശ്യം ഇട്ടിട്ട് ഇപ്പം ഞാൻ 2 കടുമ്പ് ഇട്ടിട്ട് കൊടുത്ത്, ഒരു പ്രാവശ്യം 3 കടുമ്പ് ഇട്ടിട്ടല്ല കൊടുത്തിന്. കുറച്ച് വലുതായിട്ട് നിലയിട്ട് 2ആയിട്ടാകുമ്പോൾ കുറച്ച് ചെറുതായിരാഞ്ഞ്. അങ്ങനെ ഞാൻ 3 എല്ലാം ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ ഒരു 4 പ്രാവശ്യമെല്ലാം ഇങ്ങനെ തിരിച്ചിട്ടെടുത്ത്. കുറേ ചുട്ടിട്ടാൽ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, ഞങ്ങളുടെ പുരയിൽ കുറച്ചാളുണ്ടത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചുട്ടിനത്. ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. ഇങ്ങനെ കാട്ടണോ, അല്ല തിരിക്കുമ്പോൾ ഇങ്ങനെ കാട്ടണം, അല്ലെങ്കിൽ താഴെ പോവും. ഇത് കാട്ടിയില്ലെങ്കിൽ കണ്ട. ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നത് നോക്കിക്കോ എങ്ങനെയാണ്. മുകളിൽ നിന്ന് തിരിക്കുമ്പോൾ ഇങ്ങനെ താഴെ വന്നിട്ട് നമ്മൾ ആ താഴെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ പ്ലേറ്റ് ആകുമ്പോൾ കാട്ടണം. കാട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഞാൻ എല്ലാം ചൂട്ടിയിട്ട് എടുത്തിന്. ഇപ്പം നിങ്ങളവിടെ എല്ലാം ഇങ്ങനെ ചൂടുന്നുണ്ട് എല്ലാം കമൻ്റ് ആക്കണോ. പിന്നെ ഞാൻ കൊരട്ടിപ്പത്തലിൻ്റെത്, കലത്തപ്പത്തിൻ്റെത്, കടുമ്പിൻ്റെത് എല്ലാ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കാസർഗോഡുകാർ എങ്ങനെ ചൂടുന്നതെന്നല്ലോ. ഇപ്പോൾ ഇതിലേക്ക് ഇല്ലേ എല്ലാവരും പാലെല്ലാം ആക്കുന്നത്. ഇപ്പം ഞാൻ പാലാക്കിയിട്ടില്ല, ഞാൻ കറി തന്നെ കൂട്ടിയിട്ട് തിന്നുള്ളത്. പിന്നെ പാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക്. എല്ലാവരും പാലാക്കുന്നത്. ഞാനിപ്പോൾ വെല്ലം ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ പാലാക്കാത്തത്. ഇപ്പോൾ കണ്ട ഇതെല്ലാം ഞാൻ ചുട്ടിയിട്ട് എടുത്തിനത്. ഇപ്പം ഇത്ര ഞാൻ ചുട്ടിട്ടെടുത്തത്. പിന്നെ ചൂടോടെ തന്നെ തിരിക്കണോ. കുറച്ച് തണിഞ്ഞെങ്കിൽ അത് പന്തുന്നില്ല, നമുക്ക് തിരിക്കാനൊന്നും കഴിയുന്നില്ല. അതിനെക്കൊണ്ട് നല്ല ചൂടോടെ തന്നെ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് അതിൽ മൂടിയിട്ട് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ഇട്ടിട്ട് കൊടുക്കുന്ന കണക്ക് മൂടിയിട്ട് വെക്കണോ. എന്നിട്ടായിട്ട് തിരിച്ചിട്ട് എടുക്കണം. അപ്പോഴാണ് ഇത് നല്ല വീയം തിരിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. കുറച്ച് തണിഞ്ഞെങ്കിൽ നമുക്ക് തിരിക്കാനേ കഴിയുന്നില്ല, അത്ര കഷ്ടം വരുന്നത്. അത്ര കഷ്ടമുണ്ട് ഇടിയപ്പം ചൂടണമെങ്കിൽ. അപ്പം അത്ര നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ പാലും കറിക്കായെങ്കും പാലിനായെങ്കും ഇത് ഇടിയപ്പം ഭയങ്കര ടേസ്റ്റ് തന്നെ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കേണ്ടി തന്നെ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. എന്നെങ്കിലും അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എപ്പോൾ ഞാൻ പറയുന്ന പോലെ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.